കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണത്തിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതിയായിട്ടുള്ള ഡോക്ടർ എം കെ റാബിനെ കൂടുതൽ ചോദ്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ച് ഇന്ന് കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. തലശ്ശേരി SC/ST പ്രത്യേക കോടതിയിൽ 5 ദിവസത്തെ കസ്റ്റഡിയാണ് ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെടുക. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് മിഥുൻ പിള്ളയുണ്ട്. മിഥുൻ, ആദ്യഘട്ടത്തിൽ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നതാണ്. അതിൽ കോടതി തന്നെ പറഞ്ഞു ഉദ്യോഗസ്ഥർ പ്രതിയുമായി ഒത്തുകളിക്കുന്നു, ഗൂഢാലോചന നടത്തുന്നു എന്നൊക്കെ. അപ്പോൾ സ്വാഭാവികമായും അതിനുശേഷമാണ് ഈ റീ അറസ്റ്റ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കസ്റ്റഡി അപേക്ഷ അടക്കം നൽകുന്നതും. മിഥുൻ, തീർച്ചയായും പ്രജിത്ത്, കഴിഞ്ഞ ദിവസമാണ് റാമിനെ 2 ആഴ്ചത്തേക്ക് തലശ്ശേരി SC/ST സ്പെഷ്യൽ കോടതി റിമാൻഡ് ചെയ്തത്. ആ റിമാൻഡ് ചെയ്തതിന് പിന്നാലെ കസ്റ്റഡി അപേക്ഷ നൽകാൻ ഇന്ന് തീരുമാനിച്ചിട്ടുണ്ട് ക്രൈംബ്രാഞ്ച്. അതിൽ തന്നെ 5 ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെടാനാണ് നിലവിലെ തീരുമാനം. കാരണം കസ്റ്റഡിയിൽ വിട്ടുകിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഈ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്താൻ സാധിക്കൂ എന്നൊരു കാര്യമാണ് ഈ ക്രൈംബ്രാഞ്ച് പറയുന്നത്. മാത്രമല്ല, ഈ കോളേജിൽ ഉൾപ്പെടെ കൊണ്ടുപോയി തെളിവെടുക്കേണ്ടതുണ്ട് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. മറ്റൊന്ന്, ഈ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ ഈ നിതിൻ രാജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് നേരിട്ട് റാമിന് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്ന കാര്യത്തിലൊരു വ്യക്തത വരികയുള്ളൂ. കാരണം ഈ ലോൺ ആപ്പ് ഒരു വിഷയമാണ് നേരത്തെ തന്നെ ഈ മരണവുമായി ബന്ധപ്പെട്ട് പ്രധാനമായി ഉയർന്നത്. പക്ഷേ കുടുംബം വലിയ രീതിയിൽ ആരോപണം ഉന്നയിച്ചിരുന്നു. കാരണം ഈ റാം ഇദ്ദേഹത്തെ ജാതിപരമായി അധിക്ഷേപിച്ചു, നിറത്തിൻ്റെ പേരിലും ശരീരപ്രകൃതിയുടെ പേരിലൊക്കെ തന്നെ അധിക്ഷേപിച്ചു. അക്കാര്യങ്ങളൊക്കെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ ഒരു വ്യക്തത വരികയുള്ളൂ. ഏതായാലും ഇന്നലെയാണ് കോടതി റാമിനെ 2 ആഴ്ചത്തേക്ക്, അതായത് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. കണ്ണൂർ ജില്ലാ ജയിലിലാണ് ഇപ്പോൾ നിലവിൽ റാമിനെ പാർപ്പിച്ചിരിക്കുന്നത്. അതും കസ്റ്റഡി അപേക്ഷ അല്ലെങ്കിൽ കസ്റ്റഡി പൂർത്തിയായ ശേഷമായിരിക്കും റാം ജാമ്യാപേക്ഷയുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ നിമിഷം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പ്രജിത്ത്, ഓക്കെ, മിഥുനാണ് കണ്ണൂരിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.